ഹൈക്കോടതിയിൽ രാഹുൽ ഈശ്വറിന് തിരിച്ചടി. ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാട് തേടി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, വാർത്തയുടെ വിശദാംശം എന്താണ്? ഹൈക്കോടതി ഇക്കാര്യത്തിൽ, അതായത് ഹൈക്കോടതിയിൽ ഹണി റോസിനെതിരായ പരാമർശത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരുന്നു രാഹുൽ ഈശ്വർ. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടാണ്. അതായത് രാഹുൽ ഈശ്വറിനെതിരെ നിലവിൽ ഇതുവരെ പോലീസ് കേസ് എടുത്തിട്ടില്ല. പക്ഷേ നിയമോപദേശം തേടിയ ശേഷം ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവുകയുള്ളൂ എന്നാണ് പോലീസ് സ്റ്റേഷൻ അറിയിച്ചത്. പക്ഷേ അറസ്റ്റിനുള്ള നീക്കം ഉണ്ടായേക്കാമെന്നുള്ള മുന്നറിയിപ്പോട് കൂടിയിട്ടാണ് രാഹുൽ ഈശ്വർ ഇക്കാര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. അത് ഓൺലൈനായിട്ടായിരുന്നു രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. എന്തായാലും ഈ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ഈ ജാമ്യാപേക്ഷയിൽ അതൊരു മുൻകൂർ ജാമ്യാപേക്ഷ തേടുമ്പോൾ പോലീസിന്റെ ഒരു സ്വാഭാവിക നടപടിയാണ് അതിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടുക എന്നുള്ളത്. എന്തായാലും പോലീസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്ന് ഹൈക്കോടതി അറിയിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിലവിൽ ഇതുവരെ രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുത്തിട്ടില്ല. അതായത് ഈ ലൈംഗിക അധിക്ഷേപം എന്ന പരിധിയിൽ വരുമ്പോഴും ജാമ്യമില്ലാത്ത വകുപ്പല്ല രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തപ്പെടുന്നതോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. ജാമ്യം ലഭിക്കുന്ന വകുപ്പ് തന്നെയാണ്. അതിപ്പം നേരത്തെ തന്നെ സൈബർ ആക്രമണത്തിൽ അറസ്റ്റിലായിട്ടുള്ള ഈ കുമ്പള സ്വദേശി ഷാജി എന്ന ആൾക്കും അയാള് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടിരിക്കുന്ന കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അയാളെയും ജാമ്യത്തിൽ വിട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഇതൊരു പണിഷബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും ഇതിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളല്ല ഉണ്ടാവുക. അതല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമില്ല എന്ന് പോലീസ് നമ്മളോട് ഉച്ചയ്ക്ക് പ്രതികരിക്കുന്നതാണ്. അതേ സാഹചര്യത്തിൽ തന്നെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടായിരുന്നു രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ സമീപിച്ചിരുന്നത്. പക്ഷെ നിയമോപദേശം തേടാതെ ആജ്ഞയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ കൂടെ രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, കോടതി ഇപ്പോൾ പോലീസിനോട് അഭിപ്രായം തേടിയിരിക്കുകയാണ്. എന്താണ് അതിൽ രാഹുൽ ഈശ്വറിന്റെ ഒരു പ്രതികരണം? പോലീസ് തന്നെ നിയമോപദേശം ചോദിച്ചിട്ട് ഹണി റോസിന്റെ പരാതിയിൽ വലിയ കഴമ്പില്ല എന്നൊരു തിരിച്ചറിവ് പോലീസിന് വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനും അങ്ങനെ യാതൊരു തെറ്റോ കാര്യങ്ങളോ അതുകൊണ്ട് അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്തിരുന്നു. പക്ഷേ ആ മുൻകൂർ ജാമ്യത്തിന്റെ ഭാഗമായി അത്തരം കാര്യങ്ങളിൽ മറ്റൊരു നിലപാടിലേക്ക് പോലീസ് പോകണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല എന്നുകൂടിയാണ്. പണിഷബിൾ ഒഫൻസ് ഒന്നും ഉണ്ടെന്നല്ല രാഹുൽ ഈശ്വർ പറഞ്ഞതിന് യാതൊരു തെറ്റുമില്ലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റം അട്രാക്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ലെന്നോ ഉള്ളതാണ് അതിന്റെ റിയലൈസേഷൻ. രാഹുൽ ഈശ്വർ കേൾക്കാമോ? രാഹുൽ ഈശ്വറിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞയ്ക്ക് തുടരാം. ഈ കാര്യത്തിൽ ഇതൊരു ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ജാമ്യമില്ലാത്ത വകുപ്പിലല്ല. അതായത് മുൻകൂർ ജാമ്യം തേടേണ്ടെന്ന സാഹചര്യമില്ല. ഇതൊരു നോട്ടീസ് നൽകിയോ അതല്ലെങ്കിൽ ഇത് ഇക്കാര്യത്തിൽ നടപടി മുന്നോട്ട് അതായത് തീവ്രമായ നടപടികളില്ലാതെ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു കേസാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് കരുതി അത് ഒഫൻസ് അല്ലാതാകുന്നില്ല. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയ കേസ് അല്ലെങ്കിൽ ഹണി റോസിന്റെ പരാതി അനുസരിച്ച് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയ കേസ് എന്ന് പറഞ്ഞത് BNS 75 കാറ്റഗറിയിൽ, അത് 75ന്റെ വിവിധ വകുപ്പുകളാണ്. 25(1) 25(4) ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അത് ജാമ്യം നിഷേധിക്കുന്ന അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ്. മുൻകൂർ ജാമ്യം അതിന് തേടേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ജാമ്യം അതായത് രാഹുൽ ഈശ്വറിനെതിരെ കുറ്റം ചുമത്തിയാൽ പോലും അതിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം നിലവിലുള്ളപ്പോൾ ഇതിന് മുൻകൂർ ജാമ്യം തേടേണ്ടുന്ന സാഹചര്യമില്ല. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തുന്ന സാഹചര്യമുള്ളപ്പോഴാണ് സാധാരണയായിട്ട് ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കുന്നത്, ആന്റിസിപ്പേറ്ററി ബെയിലിന് തേടുന്നത്. പക്ഷെ രാഹുൽ ഈശ്വർ ഇക്കാര്യത്തിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് അതായത് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടിട്ടാണ് രാഹുൽ ഈശ്വർ ഇതില് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ആ സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ മുൻകൂർ ജാമ്യം തേടേണ്ടുന്ന ഒരു സാഹചര്യം ആവശ്യം നിലവിലില്ല. അത് പക്ഷേ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷയിൽ പോലീസിന്റെ നിലപാട് അറിയിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻകൂർ ജാമ്യം ഒരാൾക്ക് നൽകുന്നതിന് മുൻപുള്ള ഒരു നോർമൽ പ്രൊസീജിയർ തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ കേസിലും ചുമത്തിയിരിക്കുന്നത്.
രാഹുൽ ഈശ്വറിന് തിരിച്ചടി വന്നിരിക്കുകയാണ്. ഹണിറോസ് നൽകിയ പരാതിയിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാട് തേടിയിരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ തന്നത്.